നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. സ്വച്ഛാധിപതികൾ 6 പേരെ തിരഞ്ഞെടുത്തു. സ്വച്ഛാധിപതികൾ അഥവാ ഡിക്റ്റേറ്റർ, അങ്ങനെ 6 പേരെ തിരഞ്ഞെടുത്തു. 6 പേരെ ആരൊക്കെ? ഒണീൽ, ജിസേൽ, നമ്മുടെ അഭിഷേക്, നെവിൻ, അനുമോൾ, സൈത്യ, ഇങ്ങനെ 6 പേരെയാണ് തിരഞ്ഞെടുത്തത്. ഈ 6 പേരിൽ 2 പേരായിരിക്കും ഈ വീടിനി ഭരിക്കാൻ പോകുന്നത്. സ്വച്ഛാധിപത്യം കൊണ്ടുവരാൻ പോകുന്നത് ഈ 6 പേരായിരിക്കും. ഇവരെ ആരെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, ഇവർ തീരുമാനങ്ങൾ എടുക്കും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. ബിഗ് ബോസ് രാവിലെ വിളിച്ചു പറഞ്ഞു, ഇനി അങ്ങോട്ടുള്ള ആഴ്ചകളിൽ ഇവിടെ ഭരണമാണ്, അതായത് ഈ പറയുന്ന എന്താണ്, ജനാധിപത്യം മാറിയിട്ട് സ്വച്ഛാധിപതികളായിരിക്കും ഇനി ഇവിടെ ഭരിക്കാൻ പോകുന്നത്. അതായത് നമ്മളാരും ചോദ്യം ചെയ്യാൻ പാടില്ല, നമ്മളെടുക്കുന്ന തീരുമാനം, ഹിറ്റ്ലറെ പോലെ ഞാനൊരു തീരുമാനം എടുക്കും, അത് നിങ്ങൾ നടപ്പിലാക്കണം. അതിന് ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങളെല്ലാം കൂടി ഗ്രൗണ്ടിലേക്ക് വന്നേക്കുക, ഗാർഡനിലേക്ക് വന്ന് നിൽക്കുക, ആർക്കൊക്കെ ആഗ്രഹമുണ്ട് അവർ വന്ന് നിന്നിട്ട് പറയുക, നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, നിങ്ങൾക്ക് ആലോചിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ അയാൾക്ക് ചോദിക്കുക, അയാൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. ഈവൻ രേണു വരെ വന്ന് പിന്നെ എനിക്കും സ്വച്ഛാധിപതി ആവണമെന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും പല രീതിയിൽ പറഞ്ഞു. ഇവിടെ നല്ല രീതിയിൽ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്ത് ആരംഭിച്ചാൽ ഞാൻ കണ്ടത് ഒണീൽ അടിപൊളിയായിട്ട് അത് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒണീൽ കുറച്ചു കാലം കൂടെ നിൽക്കണമെന്ന് എനിക്ക് ഇപ്പോൾ തൊട്ട് ഒരു ആഗ്രഹം വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ അഭിഷേകിനാണ്. അഭിഷേകിനെ ഏതിന്റെ മൊത്തത്തിലുള്ള 15 പേരും അഭിഷേകിനെ ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് സ്വച്ഛാധിപതി ആക്കണം എന്ന് പറഞ്ഞു. ഈ പറയുന്ന ഏറ്റവും കുറവ് വോട്ട് ഇതിനകത്ത് അനുമോൾക്കും സൈത്യക്കുമായിരുന്നു. രണ്ടുപേർക്കും വെറും 7 വോട്ടുകൾ വീതമാണ് കിട്ടിയത്. പിന്നെ ജിസേലിനെ ഇപ്പോഴും ജിസേലിന്റെ ആ ഒരു മന്ത്രം, ആ പാവാട ചരട് മന്ത്രം ഇപ്പോഴും ഉണ്ട്. ജിസേൽ വലിയ രീതിയിലൊന്നും സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. അതിനെയും കാട്ടി നന്നായിട്ട് അക്ബർ സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഷാനവാസ് സംസാരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന അനീഷ് സംസാരിച്ചിട്ടുണ്ട്. അനീഷ് സംസാരിച്ചതിൽ ഒരു വിഷയം, അല്ലെങ്കിൽ ഇവരെല്ലാം എല്ലാവരും സംസാരിച്ചതിൽ ഒരു വിഷയമുണ്ട്. അനീഷൊക്കെ വന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ വന്ന് ഞാൻ ഫസ്റ്റ് വീക്കിൽ നിങ്ങളെ എങ്ങനെയാണോ അടിമകളെ പോലെ വെച്ചിരുന്നത് ആ രീതിയിൽ ഞാൻ അടിമകളാക്കി വെക്കും എന്നാ പറഞ്ഞു. അങ്ങനെയല്ല സംസാരിക്കല്. സ്വച്ഛാധിപതി എന്ന് പറയുമ്പോൾ എന്താണ്, എന്റെ തീരുമാനങ്ങൾ എടുക്കുക. ഞാനൊരു സ്വച്ഛാധിപതിയാണെങ്കിൽ എന്നെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ നമ്മളോട് പറയുമ്പോൾ എന്ത് പറയാം, ഞാനൊരു സ്വച്ഛാധിപതി ആയാൽ കൂടിയും ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിരിക്കും എന്നല്ലേ പറയാനുള്ളത്. അതായത് ഇപ്പൊ ഇത്രയും പേരെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്ന് പറയുകയാണ്. അപ്പം എന്നെയാണ് പറഞ്ഞത്, ഞാൻ എന്ത് പറഞ്ഞത്, ഞാനൊരു സ്വച്ഛാധിപതിയായിരിക്കും, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ കൂടി ഇച്ഛയ്ക്ക് ചേർന്നവർക്ക്, നിങ്ങളുടെ കൂടി ഇഷ്ടമുള്ള തീരുമാനങ്ങളെ ഞാൻ എടുക്കുള്ളൂ. അങ്ങനെയല്ലേ വാദിക്കാനുള്ളത്. മിക്കവാറും ഇവർ വന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെയൊക്കെ അടിമകളെ പോലെ, നിങ്ങളിപ്പോ മറ്റേ അനീഷയ്ക്ക് വന്ന് പറയുന്നത് പണ്ട് ഞാൻ നിങ്ങൾ അത് ചെയ്ത് അതുപോലെ ആക്കി തീർക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് വെറുപ്പല്ലേ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ ഞാനൊരു സ്വച്ഛാധിപതി ആയിരിക്കും, പക്ഷെ ഞാനിവിടെ നടപ്പിലാക്കാൻ പോകുന്ന നിയമങ്ങൾ നിങ്ങളുടെ ഭൂരിപക്ഷത്തിന്റെ പിന്നീട് ചിന്തകളെ പോലെ ആയിരിക്കും ഞാൻ ഇവിടെ തീരുമാനം എടുക്കാമെന്ന്. ഞാൻ നിങ്ങളെ ഒരു അടിമയായിട്ട് കൊണ്ടു നടക്കുമെന്ന് വിചാരിക്കേണ്ട. പക്ഷേ എന്റെ ഈ തീരുമാനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയല്ലേ പറയാനുള്ളത്. അതാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ അവരെയൊക്കെ വെറുപ്പിച്ചുകൊണ്ടാണ് ഇതിനകത്ത് വന്നത് എന്ന് വെറുപ്പിച്ചുകൊണ്ടാണ് ഇവർ സംസാരിച്ചത്. പിന്നെ അതുമല്ല, പലപ്പോഴായിട്ട് ഈ പറയുന്ന നമ്മുടെ അനുമോൾ സംസാരിച്ചപ്പോൾ ഭയങ്കര അലപ്പായിരുന്നു. എന്തിനാ ബാക്കി എല്ലാവർക്കും സംസാരിച്ചു വേണ്ടി പ്രശ്നമില്ലായിരുന്നല്ലോ അക്ബറെ. അനുമോൾ സംസാരിക്കുമ്പോൾ നിനക്ക് എത്ര ദേഷ്യം എന്താണ്? എന്നിട്ട് അവൾ സംസാരിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും അതല്ല, അനുമോൾ സംസാരിക്കുമ്പോൾ, ഷാനവാസ് സംസാരിക്കുമ്പോൾ അവർക്ക് എത്ര പിന്നീട് ഈ കുരുപൊട്ടാൻ എന്താ കാര്യം? ബാക്കി എല്ലാവരും സംസാരിച്ചപ്പോൾ അവർക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അനീഷ് എന്ന് പറയുന്നു, ഞാൻ സംസാരിച്ചപ്പോൾ അവർ സംസാരിച്ചു വന്നു. അനീഷ് ഉൾപ്പെടെ അനുമോളും ഈ പറയുന്ന നമ്മുടെ ഷാനവാസ് സംസാരിച്ച് നടക്കുന്നത് ബലം ഉണ്ടാക്കിയില്ലേ. അപ്പം അതുമല്ല, ഇവിടെ ഇങ്ങനെ വോട്ടെല്ലാം എടുത്തു തീർന്നു, എല്ലാവർക്കും ഓരോ വോട്ടായിട്ട് വന്ന് ഏറ്റവും അവസാനം വന്ന അനീഷാണ്. അനീഷ് അപ്പം വന്നു പറഞ്ഞു ഇത് ഫെയർ ആണ്. അതുപോലെ അനീഷിന് ഫെയർ ആണോ അൺഫെയർ ആണോ തോന്നിയത്. സ്വന്തം കാര്യം വന്നപ്പോ ഇത് അൺഫെയർ ആണ്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ തെറ്റായിട്ട് ചൂണ്ടിക്കാണുന്നത്. അതുവരെ ഇല്ലായിരുന്നല്ലോ. അത് ഏറ്റവും ലാസ്റ്റ് അനീഷ് വന്നു. അപ്പൊ അനീഷിന് വോട്ട് കുറവ് എന്ന് കണ്ടപ്പോൾ അത് അൺഫെയർ ആയി. അത് ആദ്യമേ പറയണമായിരുന്നു. അപ്പൊ ഇവിടെ ഇതിലൊരു ഫെയർ അൺഫെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നീട് നല്ല രീതിയിൽ സംസാരിച്ചവർ ബാക്കിൽ ഉണ്ട്, ഇതിന്റെ പുറത്തായവരിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇതിപ്പോ വോട്ടിംഗ് എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അവരുടെ അഭിപ്രായം ഇത്. അതുപോലെ ഇതിനകത്ത് ശരത്ത് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന അനീഷിന്റെ കൗണ്ടിങ് വന്നപ്പോൾ കൂടുതൽ സമയം കൊടുക്കാതെ പെട്ടെന്ന് കൗണ്ടിങ് നിർത്തി. മതി എത്രയാണ്, 1 2 3 4 5 ശരി ഓക്കെ ഇരുന്നോ എന്നുള്ള രീതിയിൽ കൗണ്ടിങ് നിർത്തി. അനീഷ് അവിടെ പ്രതികരിക്കുകയാണ്. അനീഷ് പറഞ്ഞു ഇത് അൺഫെയർ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അങ്ങനെ പറഞ്ഞു വീണ്ടും ഒരു കൗണ്ടിങ് നടത്തേണ്ട രീതിയിലേക്ക് വരണ്ട എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അനീഷ് അപ്പൊ തന്നെ ആരൊക്കെ ജയിച്ചു,
എന്ന് പറഞ്ഞ് ടപ്പ് എന്നെ വിളിച്ചു നിരത്തി നിർത്തി ബിഗ് ബോസിനെ അറിയിച്ചു. അത് അവിടെ അനീഷ് എന്ത് ചെയ്തു, നല്ല രീതിയിൽ, അതായത് അനീഷിനെ, സോറി അനീഷിനെ ഈ പറയുന്ന 6 പേരിൽ കൊണ്ടുവരരുത് എന്നുള്ള തീരുമാനം കൊണ്ടാണ് ശരത് അവിടെ അങ്ങനെ ഒരു കളി കളിച്ചത്. മനസ്സിലായോ? അതിന്റെ ഇടയിൽ കൂടെ റെനേ കിടന്ന് പറയുന്നുണ്ട് ഇത് അൺഫെയർ ആണ്. റെനേക്കെന്നും ഒരു തേങ്ങയും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല. റെനേ എടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്ന്, റെനേ എടുത്ത് രണ പറഞ്ഞ ആൻസർ ഒന്ന് എന്നുള്ളതാണ്. ഞാനിവിടെ തുടർച്ചയായി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പറയുന്നത് കുറെ പേര്, അനീഷ് ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, അക്ബറൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചു. പക്ഷെ ഇവിടെ വീണ്ടും എടുത്തെടുത്ത് പറയില്ല ജിസേൽ എന്താ സംസാരിച്ചത്? ജിസേൽ ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നും സംസാരിച്ചില്ല ജിസേൽ. പക്ഷെ ജിസേലിന് എല്ലാവരും ഇപ്പോഴും ഈ പറയുന്ന ജിസേലിന്റെ ആ പാവാട മന്ത്രം ഇപ്പോഴും എല്ലാ ആണുങ്ങളിലും ഉണ്ട്. ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങൾ വരെ ഈ പറയുന്ന രണ എന്ന് പറഞ്ഞാൽ ജിസേലിന്റെ അടിമയാണ്, ജിസേലിന്റെ പക്ക അടിമയാണ് ഈ പറയുന്ന രണ ഫാത്തിമ. അങ്ങ് കാൽപാദം സേവ ചെയ്യാൻ വേണ്ടിയിട്ട് ഒതുങ്ങി കിടക്കുന്ന രണ. അതുകൊണ്ടാണ് ഈ രണയ്ക്ക് ഇപ്പൊ ഇത്രയും ഹേറ്റ്സ് വരുന്നത്. എന്തിനിങ്ങനെ എല്ലാരും കൂടി എന്തിനാണ് ഈ പറയുന്ന ജിസേലിനെ ഇങ്ങനെ താങ്ങുന്നത്? അപ്പൊ എന്തായാലും ജിസേലിന്റെ പാവാട മന്ത്രം ഇപ്പോഴും നല്ല രീതിയിൽ അവിടെ പ്രചോദനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോ ഈ ഒരു സംഭവം നടന്നത്. പക്ഷെ എന്തായാലും ഒരു കാര്യം നടന്നു, ആര്യൻ എന്ന വ്യക്തിയെ എല്ലാവരും കൂടി എന്ത് ചെയ്തു, ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. ആര്യൻ മതി, നിന്റെ ഇളക്കം മതി, നീ ഇനി ചാടണ്ട എന്നുള്ള രീതിയിൽ ആര്യനെ മാറ്റി നിർത്തി. ആര്യൻ എനിക്കൊന്ന് 2-3 എന്തോ വോട്ട് മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആദ്യം അനുമോളുടെ കേസാണ്. അനുമോളിനെ വിളിച്ചു പറഞ്ഞത്, അനുമോളിനെ വിളിച്ചു, അനുമോൾക്ക് 7 വോട്ട് കിട്ടി. ശ്രദ്ധിക്കണം നിങ്ങൾ, അനുമോൾക്ക് 7 വോട്ട് കിട്ടി. അതിനുശേഷം വന്നത് സൈത്യയാണ്. സൈത്യക്ക് അവിടെ കിട്ടിയത് 6 വോട്ടായിരുന്നു. അപ്പൊ ജിസൈൽ അവിടെ ബുദ്ധി പ്രയോഗിച്ചു, അനുമോൾക്ക് 7, ഇവൾക്ക് 6, അത് വേണ്ട, എന്തായാലും അവൾക്കും കൂടി 7 ആക്കാം എന്ന് കരുതിയിട്ട് എല്ലാവരും ഇരുന്നതിന് ശേഷം പിന്നീട് ഈ പറയുന്ന ആരാണ് നമ്മുടെ ജിസൈൽ കൈവെക്കുന്നുണ്ട്, ഞാനും കൂടി ഉണ്ട്. അത് ബുദ്ധിയാണ്. കാരണം അവൾ നോക്കിയപ്പോൾ അനുമോൾക്ക് 7 വോട്ട് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഈ പറയുന്ന സൈത്യക്ക് 6 വേണ്ട, അവളെയും കൂടി 7 ആക്കി കഴിഞ്ഞാൽ പിന്നെ അവസാനം ഒരു കൺഫ്യൂഷൻ വരും. ആ ഒരു കൺഫ്യൂഷൻ വന്നായിരുന്നു. അതായത് അനുമോള്, ഈ പറയുന്ന സൈത്യ, പിന്നെ രേണു, ഈ 3 പേർക്കും 7 വോട്ടായിരുന്നു. പിന്നെ രണ്ടാമത് വന്ന കൗണ്ടിങ്ങിലാണ് പിന്നീട് നമ്മുടെ രേണു പുറത്താകുന്നത്. പിന്നെ ജിസയിലും ഈ പറയുന്ന അനുമോളും സൈത്യയും ഈ പറയുന്ന സ്വേച്ഛാധിപതികളുടെ ആ ഗ്രൂപ്പിൽ 6 പേര് ഇപ്പോഴും ആരും സ്വേച്ഛാധിപതികളായിട്ടില്ല. ഇനിയും 2 റൗണ്ടും കൂടി ബാക്കിയുണ്ട്. ഈ 2ാമത്തെ റൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, അനുമോളിന്റെ ഫോട്ടോയൊക്കെ കത്തിക്കുന്നത് 2ാമത്തെ റൗണ്ടിലാണ്. ഈ 6 റൗണ്ടുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അതുമല്ല ഈ കിട്ടുന്ന 2 പേർക്ക് എനിക്ക് തോന്നുന്നു ക്യാപ്റ്റനെയും കാട്ടി മെയിൽ പവർ വരുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ക്യാപ്റ്റനെയും പിന്നീട് കൺട്രോൾ ചെയ്യാനുള്ള പവർ ഇവർക്കുണ്ടോ? അതുപോലെ പണിപ്പുരയിലും കൺട്രോൾ ഉണ്ട്, എല്ലായിടത്തിലും ഇവർക്കൊരു കൺട്രോൾ ഉണ്ടെന്നാ പറയുന്നത്. മനസ്സിലായി? ഇനി ക്യാപ്റ്റനെ ഇവർക്ക് കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും ഇത് അൺഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാണ് ചിലപ്പോൾ അൺഫെയർ ആയിരിക്കും. പക്ഷെ എപ്പോഴും ഒരാൾ തന്നെ ഈ ക്യാപ്റ്റൻസി ആയാലും എന്തായാലും ഒരാൾ തന്നെ ആവുന്നതിന് പകരം ഈ പറയുന്ന സൈത്യനെയും ഈ പറയുന്ന നെവിൻ, ഒണിയിലൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചു. ഒണിയിലൊക്കെ ഒരു അവസരം കിട്ടുന്നല്ലോ, അവരൊക്കെ എങ്ങനെയാണ് പെർഫോമൻസ് ചെയ്യുന്നതെന്ന് നോക്കട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു വലുതായിട്ടൊരു അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇനി അടുത്ത റൗണ്ടുകളിൽ നമുക്ക് മനസ്സിലാകും ആരാണ് ഈ 2 സ്വേച്ഛാധിപതികൾ. നമുക്ക് ഇവിടെ കാണാം. ജയ് ഹിന്ദ്.